മന്ത്രി ശിവൻകുട്ടി രണ്ടാമത് പറഞ്ഞ അല്ലെ അവിടെ ചെന്നതിന് ശേഷം നൽകിയ ബൈറ്റാണ്. അതിനു മുൻപ് അദ്ദേഹം ഇതിനേക്കാൾ ശക്തമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ അതിലൊരു തിരുത്തൽ വരുത്തി ഇപ്പോൾ സ്കൂളിനൊപ്പം നിൽക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്നുണ്ട് അല്ലേ ശ്രീജിത് പണിക്കർ? അതിലാദ്യം അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ, ഈ അധ്യാപകർ എവിടെയായിരുന്നു, ഈ മാനേജർ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ KSEBയിലേക്ക് തിരിക്കുന്നുണ്ട്. സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ അതിൽ നിന്ന് തങ്ങളുടെ ഉത്തരവാദിത്വം പരമാവധി ഒഴിവാക്കാനായിട്ടാണ് എല്ലായ്പ്പോഴും ശ്രമിക്കുക. അതുകൊണ്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ പഴിചാരുകയും ഒക്കെ തന്നെയാണ് ചെയ്യുക. ഇപ്പോൾ മന്ത്രിയുടെ നിലപാട് അദ്ദേഹം മയപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പേരിലെങ്കിൽ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന രൂക്ഷമായിട്ടുള്ള വിമർശനത്തിനെ മൃദുവാക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്, അദ്ദേഹത്തിന് വ്യക്തിപരമായി അന്വേഷിച്ച് അറിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ബോധ്യങ്ങളുണ്ടെങ്കിൽ അത് പബ്ലിക് കൺസംഷന് വേണ്ടി കൂടി നൽകേണ്ടതാണ്. ഇതൊക്കെ തന്നെ അറിയേണ്ടതാണ്. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ മന്ത്രി പറഞ്ഞു എന്തായാലും സംഭവിച്ചു പോയി, അപ്പോൾ ഇനി അവർക്ക് വേണ്ടുന്ന രീതിയിൽ എന്താണ് അവർക്ക് ചെയ്യേണ്ടതെന്നുള്ളതിന് അവരോടൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, അദ്ദേഹം 12,000-ഓ 14,000-ഓ സ്കൂളുകളെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഒരിടത്ത് ആ വീഴ്ച വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതേ അവസ്ഥയിൽ മറ്റ് സ്കൂളുകളില്ല എന്നെന്തെങ്കിലും തരത്തിലുള്ള ഉറപ്പുണ്ടോ? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള സർക്കുലറുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ സർക്കുലറുകളൊക്കെ തന്നെ നല്ല കാര്യമാണ്. കെട്ടിടങ്ങൾക്കെല്ലാം തന്നെ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം, സ്കൂളിലേക്കുള്ള വഴി, അതിൻ്റെ സ്കൂളിൻ്റെ പരിസരം, ആ കോമ്പൗണ്ട്, ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഇലക്ട്രിക് ലൈൻ ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്നുണ്ടെങ്കിൽ സ്റ്റേ വയറുകൾ അല്ലെങ്കിൽ വൈദ്യുത പോസ്റ്റുകൾ, യാതൊരു വിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡവും പാലിക്കാത്ത രീതിയിൽ ട്രാൻസ്ഫോമറുകളൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ KSEBയെ അറിയിക്കുക. അതേപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുക. ഇതെല്ലാം തന്നെ സ്കൂളിൻ്റെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആരാണ് ഇതിൻ്റെ ഇൻസ്പെക്ഷൻ അതോറിറ്റി? ഇതാരാണ് തിരിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഒരു സ്കൂൾ അതിനെ കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന രീതിയിലത്തേക്ക് അവർക്ക് ഫിറ്റ്നസ് കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമല്ലേ? അതല്ലാതെ സ്കൂൾ വെറുതെ ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ട് ഞങ്ങളുടെ സ്കൂളിൽ ഇതെല്ലാം തന്നെ പാലിക്കുന്നുണ്ട് എന്ന് പറയുകയോ അല്ലെങ്കിൽ ഈ ഇൻഡാസ് കിട്ടുന്ന സമയത്ത് അത് എടുത്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എടുത്ത് മേശയിൽ വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പൂർത്തിയായില്ല. അപ്പോൾ ഓരോ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി എന്താണ് എന്നതിനെക്കുറിച്ച്, ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അല്ല, ഇത് പരസ്പരം പഴിചാരുന്നു എന്ന് പറയുമ്പോൾ മന്ത്രി K കൃഷ്ണൻകുട്ടിക്ക് ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ വീഴ്ച KSEBക്ക് സംഭവിച്ചു എന്ന് പറയാതിരിക്കാനാവാത്തൊരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം വിശദമായിട്ട് മാധ്യമങ്ങളെ കണ്ടതാണ്. കാരണം KSEB കൃത്യമായ ഇടവേളകളിൽ സുരക്ഷാ പരിശോധന നടത്തേണ്ടതാണ്. KSEBക്ക് ഇങ്ങനെ ഒരു അപേക്ഷ നൽകിയിരുന്നു എന്നുള്ള കാര്യം സ്കൂൾ മാനേജ്മെൻറ്റും പറയുന്നുണ്ട്. അത് ഈ ഷെഡ് നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ സ്കൂളിന് തൊട്ടടുത്ത് കൂടി ഇങ്ങനെ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നു എന്ന കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്പേസറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ അപകടം ഒഴിവാക്കുവാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ലൈനുകൾ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ KSEB നടത്തിയിരുന്നു. പക്ഷേ ഒടുവിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഈ തകര ഷെഡുമായിട്ട് ഇത്രയും അകലം, സുരക്ഷിത അകലം എന്നാണല്ലോ അതിനെ പറയുന്നത്. ആ സുരക്ഷിത അകലം ഇല്ല എന്ന് ബോധ്യം വന്നിരുന്നു. പക്ഷേ സുരക്ഷാ പരിശോധന നടത്താത്തത് ഒരു വീഴ്ചയായിരുന്നുവെന്ന്. പക്ഷേ അവിടെയും KSEB സ്കൂൾ അധികൃതർക്കെതിരെ പറയുന്നുണ്ട് ഈ തകര ഷെഡ് പണിതത് സുരക്ഷിത അകലം പാലിക്കാതെയാണ്. അപ്പോൾ അത് ഫിറ്റ്നസ് കൊടുക്കേണ്ടത് KSEBയുടെ കൂടി അനുമതിയോടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ്. അത് പാലിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് KSEB അതിനുള്ള അനുമതി നൽകിയില്ലല്ലോ, ഈ സുരക്ഷിത അകലം ഇല്ല എങ്കിൽ. അപ്പോൾ അവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അത് പരിശോധിക്കാമെന്നാണ്. ഇനി പരിശോധിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ളത് മറ്റൊരു കാര്യം. എക്സാക്ട്ലി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് നടക്കാം. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ലൈൻ ഉണ്ട് എങ്കിൽ ഒരുപക്ഷെ ഇതേപോലെയുള്ള ലൈനുകൾ ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് നിൽക്കുന്ന രീതിയിലത്തേക്ക് ഇലക്ട്രിക് ലൈനുകൾ ഉണ്ട് എങ്കിൽ അത് ഒരുപക്ഷെ ഈ പറയുന്നത് പോലെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടോ അല്ലെങ്കിൽ നിഷ്കർഷിച്ചിരിക്കുന്ന സ്പേസ് ഒക്കെ വിട്ടിട്ടോ ഒക്കെ തന്നെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ഈ കമ്പികളൊക്കെ തമ്മിൽ കൂടി കലരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പേസറുകളൊക്കെ തന്നെ അവർ ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അധ്യയന വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് അവിടെയുള്ള സ്കൂളിൽ അല്ലെങ്കിൽ ആ PTA താല്പര്യത്തിനനുസരിച്ച് അവിടെ എന്തെങ്കിലും താൽക്കാലികമായിട്ടോ പെർമനൻ്റ് ആയിട്ടോ ഒരു കൺസ്ട്രക്ഷൻ അവിടെ നടത്തുന്നുണ്ട് എങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് എല്ലാവരുടെയും NOC വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, ക്ലിയറൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ആ കാര്യത്തിൽ KSEBയെ ഈ കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ KSEBയെ നേരിട്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് മിസ്പ്ലേസ്ഡ് ആയി പോകാനുള്ള സാധ്യത പോലുമുണ്ട്. കാരണം പിന്നീട് ഒരു സമയത്താണ് ഈ ഒരു ഷെഡ് അവിടെ വന്നിരിക്കുന്നത് എങ്കിൽ ആ ഷെഡിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ആരുടെ അടുത്തൊക്കെയാണോ ഇൻഫോം ചെയ്യേണ്ടത് അതിൽ ഇലക്ട്രിസിറ്റി വകുപ്പ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ അത് കൃത്യമായിട്ട് അറിയിച്ചിട്ടില്ല എങ്കിൽ
അത് സ്കൂളിൻ്റെ മാത്രമായിട്ടുള്ള ഒരു വീഴ്ചയാണ്. കാരണം ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന രീതിയിലത്തേക്ക് ചെക്ക് ചെയ്യേണ്ടുന്ന ഒരു ബാധ്യത ഇവിടെ KSEBക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു കോർഡിനേറ്റഡ് എഫേർട്ട് ഉണ്ടാകണം. എന്താണ് കൺസ്ട്രക്ഷൻ? അത് ടെമ്പററി കൺസ്ട്രക്ഷൻ. അതെനിക്ക് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞത് അതിനുശേഷമാണല്ലോ ഷെഡ് വന്നത്, അപ്പോൾ KSEBക്ക് ആണല്ലോ അല്ലേ, അങ്ങനെ അദ്ദേഹം പറഞ്ഞിരുന്നു. കുറ്റം KSEBക്ക് ആണല്ലോ എന്ന രീതിയിൽ. അദ്ദേഹം ഏത് രീതിയിലാണ് അത് ധരിച്ചിരിക്കുന്നത് എന്ന് അറിയില്ല. ഇപ്പോൾ നേരത്തെ ഈ ഷെഡ് ഇല്ലാത്ത സമയത്ത് മൈതാനത്തിന് മുകളിലൂടെ ലൈൻ പോകുന്ന സമയത്തും അത് അപകടമുണ്ടാക്കിയേക്കാം അല്ലെ, പൊട്ടി വീണൊക്കെ അപകടമുണ്ടാക്കിയേക്കാം എന്നതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ആശങ്കയുള്ളപ്പോഴാണ് KSEBയോട് പറഞ്ഞത് ഇത് മാറ്റണമെന്ന്. എന്നിട്ട് സ്കൂൾ അതിൻ്റെ മുകളിൽ പിന്നെ ഒരു ഷെഡും കൂടെ ഇല്ലേ, അതിനോട് കുറച്ചുകൂടി അടുത്ത് ഒരു ഷെഡും കൂടെ പണിതോടുകൂടി കാര്യം പൂർത്തിയായി. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അതിൻ്റെ CCTV ദൃശ്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഞാനത് കണ്ടില്ല, അത് കാണാനുള്ള താല്പര്യവുമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടി അവിടെ നിന്ന് വരുന്ന സമയത്ത് തെന്നിപ്പോകുമ്പോൾ പിടിക്കാനായിട്ട് ഈ ലൈൻ കമ്പിയിൽ കയറി പിടിച്ചു എന്നാണ്. എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ചെറിയ ക്ലാസ്സിൽ 7ലോ 8ലോ പഠിക്കുന്ന കുട്ടിയാണല്ലോ, അങ്ങനെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് അത് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഹൈറ്റ് ആണ് എങ്കിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ആ സ്കൂളിന്റെ അധികൃതർ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ കോവൂർ